ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, സമസ്ത വാർഷിക പരീക്ഷയിലെ 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ അതിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എഴുതിയ ആൻസർ ശരിയാണോ അത് നമുക്ക് പരിശോധിക്കാനും ഒരു സമാധാനത്തിന് വേണ്ടി ഇതൊക്കെ നല്ലതാണ്. നമ്മുടെ ചാനൽ കാണുന്ന ഓരോ ആളുകളും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ നന്നായിട്ടുണ്ടെന്ന് അറിയിക്കാനും മറക്കരുതെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യപേപ്പർ ഒന്നാമത്തത് ശരിക്ക് ശരിയെന്നും തെറ്റിന് തെറ്റെന്നും അടയാളപ്പെടുത്താം. ഇവിടെ 8 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്നു, അത് ശരിയാണ്, അവിടെ ടിക്ക് ചെയ്യേണ്ടത്. നേരത്തെ ഉറങ്ങുന്ന പതിവ് എനിക്കില്ല, തെറ്റാണ്, അവിടെ ഇടേണ്ടത്. ഞാൻ നേരത്തെ ഉണരാറില്ല, അതും തെറ്റാണ്. കൃത്യമായി നഖം മുറിക്കാറുണ്ട്, ശരി. സലാം ചൊല്ലുന്ന പതിവ് എനിക്കുണ്ട്, അതും ശരിയാണ്, അവിടെ. അതുപോലെ 6ാമത്തത് സത്യം പറയുന്ന ശീലം എനിക്കുണ്ട്, അതും ശരിയാണ്. ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാറില്ല, അത് തെറ്റാണ്. അതുപോലെ 8ാമത്തത് പല്ലു തേക്കുന്ന ശീലം എനിക്കുണ്ട്, അത് ശരിയാണ്. ഇത് കുട്ടികളോട് നിങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്താവും, ഏകദേശം എത്ര മാർക്ക് ഉണ്ടാവും ഒരു ധാരണ കിട്ടും. അപ്പോൾ അടുത്ത പരീക്ഷയിൽ കൂടുതൽ ശ്രദ്ധിക്കാം കുട്ടികൾക്കൊക്കെ. അടുത്തത് യോജിപ്പിച്ചവ ചേർക്കാം. ഇതിലും 6 വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി വിട്ട വാക്കുകൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നഖം മുറിക്കുന്നു. സലാം ചൊല്ലുന്നത് എൻ്റെ ശീലമാണ്. ഞാൻ എന്നും മിസ്വാക്ക് ചെയ്യുന്നു. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ പേര് ഇമാം മാലിക് എന്നാണ്. ഇനി അടുത്തൊരു ഹദീസിന്റെ ബാക്കിയാണ്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. അടുത്തത് പൂർത്തിയാക്കാം. ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും. 2ാമത്തത് ഉസ്താദുമാരുടെ അടുത്ത് വെച്ച് ശബ്ദം ഉണ്ടാക്കരുത്. 3 മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. അവിടെ പല കുട്ടികളും ചിലപ്പോൾ സലാം പറയണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ അതിൻ്റെ ഉത്തരം സ്നേഹം വേണം. 4ാമത്തത് റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. 6 നഖം മുറിക്കൽ നല്ല ശീലമാണ്. ഇതിപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഉത്തരം തന്നെയാണ്, പക്ഷെ പല കുട്ടികളും എഴുതിയിട്ടുണ്ടാവില്ല, കാരണം ചോദ്യം തിരിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ചോദ്യം കൃത്യമായി ഉസ്താദന്മാരോട് കുട്ടികൾ ചോദിക്കണം, വീണ്ടും 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 ചോദിക്കണം. അത് അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട് കുട്ടികൾക്ക്. അടുത്തത് 2 വീതം എഴുതാം. രാത്രി നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ: ആരോഗ്യം കൂടും, ഓർമ്മശക്തി കൂടും, 2 എണ്ണം. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ: അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും. ഇത് മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാകും എന്നാണ് പാട്. ചില കുട്ടികൾ പല്ല് വൃത്തിയാവും എഴുതിയിട്ടുണ്ടാവും. വായ, പല്ലും ഒക്കെ പെട്ടു, വായ എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടു. റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആൾ അള്ളാഹു എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. ഇത് ആശയം വരും, ആരും വാക്കിൽ വ്യത്യാസം ഉണ്ടാവും. റബ്ബ് അള്ളാഹു ഒന്ന് തന്നെയാണല്ലോ. ചിലപ്പോൾ ബുക്കിലുള്ളത് പോലെ എഴുതുന്നതിനേക്കാൾ അതിൻ്റെ പൂർത്തിയായ മാർക്ക് കിട്ടണമെങ്കിൽ റബ്ബ് തന്നെ എഴുതേണ്ടി വരും. പിന്നെ ബ്രാക്കറ്റിൽ നിന്ന് യോജിപ്പിച്ചവ എടുത്തെഴുതാം. മുസ്ലിമീങ്ങൾ പരസ്പരം പറയണം എന്ത്? സലാം. അവിടെ ഈ കുട്ടികൾക്ക് ചോദ്യം തിരിയാത്തതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ബിസ്മി എന്നൊക്കെ എഴുതി വെക്കും കുട്ടികൾ. മുസ്ലിങ്ങൾ പറയണമെന്നല്ല, പരസ്പരം ഒന്നുമില്ല, ശ്രദ്ധിക്കൂല. 2ാമത്തത് വൈകി ഉറങ്ങിയാൽ ഓർമ്മശക്തി കുറയും. വൈകി ഉണർന്നാൽ നഷ്ടമാകും എന്ത്? ബറക്കത്ത്. നീണ്ട നഖങ്ങൾക്കിടയിൽ വസിക്കും രോഗാണുക്കൾ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ കീ.